ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഈ നന്മ പ്രവർത്തികൾ ചെയ്യുന്ന എന്ന് വെച്ചാൽ ദാനധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾക്ക് ഒരു വലിയ പ്രിവിലേജ് ഉണ്ട്. മറ്റൊന്നുമല്ല, അവർക്ക് വായി തോന്നിയത് എന്ത് വേണേലും വിളിച്ചു പറയാം. അതിപ്പോൾ സ്ത്രീ വിരുദ്ധതയാണെങ്കിലും ജനാധിപത്യ വിരുദ്ധതയാണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും വിളിച്ചു പറയാം. ഇങ്ങനെ വിളിച്ചു പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുക, അപ്പം തന്നെ അവരുടെ ഫാൻസ് ഇങ്ങനെ ഓടി വരും. അയ്യോ, അദ്ദേഹം അങ്ങനെയൊന്നും വിചാരിച്ച് കാണില്ല, അദ്ദേഹത്തെ പോലൊരു നന്മ നിറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം സഹായിച്ചതുപോലെ നിനക്കൊക്കെ സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ വരും. ഇത് വേറെ ഒരു മേഖലയിലുള്ള ആളുകൾക്കും കിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം ചെയ്താലും കിട്ടില്ല. നിങ്ങൾ കുറച്ച് ദാനധർമ്മിഷ്ഠരായേ പറ്റും. അത്തരത്തിലുള്ളൊരു പ്രിവിലേജ് ഇങ്ങനെ കവർ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻപുണ്ടായിട്ടുള്ള പല വിവാദങ്ങളും എടുത്തു നോക്കുന്ന സമയത്ത് എനിക്കൊരു കാർണവർ സിൻഡ്രോം ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പിതൃഭാവം അദ്ദേഹത്തിന് പല കാര്യങ്ങളിലും ബാക്കിയുള്ള എല്ലാവരോടും ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് അധികാരവും കൂടി കലർന്നിട്ടുള്ള ഒരു ഭാവം എവിടെയോ ഉണ്ട് എന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനൊരു പോസിറ്റീവ് നോട്ടിലും എടുക്കാം, നെഗറ്റീവ് നോട്ടിലും എടുക്കാം. കൈനീട്ടം കൊടുത്തിട്ട് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നവർക്ക് അനുഗ്രഹം കൊടുക്കുക, പിതൃവാത്സല്യം എന്നോണം അനുവാദമില്ലാതെ ഒരാളോട് പെരുമാറുക, അതിനുശേഷം അത് ചോദ്യം ചെയ്യാൻ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക, എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക, ഇങ്ങനെ ഓരോരോ ഹോബികളാണ് മൂപ്പർക്ക്. അപ്പം തന്നെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ വരും. അത് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഇത് ചെയ്തതാണ് എന്നുള്ളതാണ്. അന്ന് ഈ മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറി എന്നുള്ള കേസൊക്കെ വരുന്ന സമയത്തും എൻ്റെ മനസ്സിൽ തോന്നിയത് അതാണ്. നമുക്ക് ചില ആളുകളെയൊക്കെ കാണുമ്പോൾ അവരോടൊരു പിതൃവാത്സല്യം ഫീൽ ചെയ്തു എന്നൊക്കെ ഇരിക്കും. പക്ഷേ എല്ലാവരുടെയും തന്തയാവാൻ മെനക്കെട്ടരുത്. ദാറ്റ് ഗ്ലോബൽ തന്ത വൈബ് ഇസ് ഹാംഫുൾ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സുരേഷ് ഗോപിയെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഡൽഹിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗവും അതിലുപയോഗിച്ചിട്ടുള്ള ഉന്നത കുലജാതൻ എന്ന് പറയുന്ന പ്രയോഗവുമാണ്. പക്ഷേ എനിക്ക് ആ പ്രസംഗത്തേക്കാൾ കൂടുതൽ ഭീകരമായി ഫീൽ ചെയ്തത് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ ഒരു ന്യായീകരണം, അല്ലെങ്കിൽ ആ പ്രസ്താവന പിൻവലിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ആ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞതാണ്, ഇനി നിങ്ങൾക്കാർക്കെങ്കിലും വേണ്ട, ഞാൻ പിൻവലിച്ചിരിക്കുന്നു, ഇങ്ങനെ തന്നെ പൊക്കോട്ടെ. അതൊരു ശാപവാക്കാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, എൻ്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറയുന്നു, ഡാ അങ്ങനെ ചെയ്യണം. എൻ്റെ വിവരവും വിദ്യാഭ്യാസമൊക്കെ വെച്ചിട്ട് എനിക്കറിയാം ഞാൻ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലാന്ന്. അപ്പം ഞാൻ മൂപ്പരോട് പറയും, അതെ നിങ്ങൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഞാനത് അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഉടനെ പുള്ളിയുടെ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ആയിക്കോ, നീ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ, ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചേക്ക്, എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. ഈ ആയിക്കോ എന്ന് പറയുന്നത് നീ ഒന്നും നന്നാവാൻ സാധ്യതയില്ലടാ എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് പേച്ചാണ്. അതായത് ഉത്തമ ആ പ്രസ്താവന പിൻവലിച്ചു എന്ന് വേണമെങ്കിൽ തോന്നുമെങ്കിലും ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പിൻവലിച്ചോ എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത്, മോദിജിയോട് 2016 MP ആയത് മുതൽ ആവശ്യപ്പെടുന്നതാണ് എനിക്ക് ട്രൈബൽ വകുപ്പ് തരൂ എന്നുള്ളത്. നമ്മളൊരു പറമ്പിൻ്റെ അധികാരമുള്ള ഒരാളോട് ആ മൂലയ്ക്ക് നിൽക്കുന്ന മാവ് ഞാൻ പരിപാലിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു പരിപാടിയല്ല ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരമൊരു കാര്യം ആവശ്യപ്പെടുന്നത്. ട്രൈബൽ വിഭാഗങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് അതിനാവശ്യമായ പല ഘടകങ്ങളുമുണ്ട്. അതിലൊന്ന് അവരുടെ ആവശ്യങ്ങളെയും വികാരങ്ങളെയും. ഈ ആവശ്യം എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ കാണാം. ഇപ്പോൾ സുരേഷ് ഗോപി ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്നിട്ട് പല ധനസഹായം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സഹായം ചെയ്തു കൊടുക്കൽ എന്ന് പറയുന്നത് ഭരണഘടന സ്ഥാപിച്ച അവകാശങ്ങളെ നേടിക്കൊടുക്കുന്നതല്ല. നിങ്ങളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ കാശുണ്ട്, അവരെ കണ്ടപ്പോൾ നിങ്ങൾക്ക് സഹതാപം തോന്നി നിങ്ങൾ കൊടുക്കുകയാണ്. പക്ഷേ ട്രൈബൽ വിഭാഗങ്ങൾക്ക്, ട്രൈബൽ എന്നല്ല, ഇന്ത്യയിലെ ഏത് വിഭാഗത്തെ എടുത്തു നോക്കിയാലും അവരർഹിക്കുന്ന പരിഗണനയുണ്ട്, അവരുടെ അവകാശമായ കാര്യങ്ങളുണ്ട്. അത് അവരിലേക്ക് എത്തുന്നതിൻ്റെ കൂടെ അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും കൂടി സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഭരണ സംവിധാനത്തിനുണ്ട്. ജനിച്ച് ജീവിച്ച കാലം മുതൽ ഞാനൊരു ഉന്നത കുലജാതനാണ്, ഞാൻ പ്രൊവൈഡ് ചെയ്യേണ്ട ആളാണ്, ഞാനൊരു കാരണവസ്ഥാനത്ത് നിൽക്കേണ്ട ആളാണ് എന്നൊക്കെയുള്ള ചിന്തകൾ അടിസ്ഥാനപരമായി ഉള്ളിലുള്ള ആളുകൾ ഇത്തരം വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ലഭിക്കേണ്ട പരിഗണന അവർക്ക് കിട്ടാതിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പരിഗണനയിൽ സഹായം ചെയ്തു കൊടുക്കുന്നത് ഒരു ഘടകമേ അല്ല. ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ വേണ്ടി 30കൾ കഴിഞ്ഞിട്ടുള്ള സിനിമക്കാരിവിടെ തലയും കുത്തി മറിയാണ്. ഒരു ചെറിയ ജനറേഷൻ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഇവിടെ അതിലും എത്രയോ വർഷങ്ങൾക്കപ്പുറം നീണ്ടു കിടക്കുന്ന ഒരു ചരിത്ര വഴിയുള്ള ഒരു വിഭാഗത്തിൻ്റെ ആവശ്യങ്ങളെയും അവരുടെ ചിന്തകളെയും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഒരു പദ്ധതി ഫോം ചെയ്യുകയോ അല്ലെങ്കിൽ അത് അവരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയോ പറ്റുക. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്, നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണ് ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളുകൾ ആവുകയേയില്ല. എന്താണ് ട്രൈബൽ ആയിട്ടുള്ള ഒരാൾ ഒരു മിനിസ്റ്റർ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനുശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ട്രൈബൽ ആയിട്ടുള്ള ഒരാൾ ഒരു മന്ത്രി ആവുകയാണെങ്കിൽ, മന്ത്രിസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അയാൾ ഉന്നത കുലജാതരുടെ വകുപ്പുകൾ നോക്കട്ടെ. മിസ്റ്റർ ഗോപി, ഇന്ത്യയിൽ ഉന്നത കുലജാതർക്ക് വേണ്ടിയിട്ട് വകുപ്പൊന്നുമില്ല. പക്ഷേ ഒരു ട്രൈബൽ
ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ ആവശ്യമുണ്ടാകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. എന്തുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ ഇല്ലാതിരിക്കുകയും വനിതാ കമ്മീഷൻ രൂപപ്പെടുകയും ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ഉത്തരം മനസ്സിലാക്കാനെങ്കിലും പറ്റുന്ന ആളുകളോടാണ് നമ്മൾ ട്രൈബൽ ക്യാബിനറ്റ് മിനിസ്റ്ററിൻ്റെ ആവശ്യകത പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതെന്തായാലും ശ്രീ സുരേഷ് ഗോപിക്ക് അറിയാവുന്നതാണ്. ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ളതല്ലാത്തയാൾ ആ മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ചില ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. ഇനി വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, ട്രൈബൽ ക്യാബിനറ്റ് മിനിസ്റ്ററായിട്ട് ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരുന്നു, അതൊന്ന് മാറ്റി നിർത്താം. ബാക്കി കുറേ മന്ത്രിസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ എത്ര മന്ത്രിസ്ഥാനങ്ങൾ SC ST വിഭാഗത്തിൽ നിന്നുണ്ടാവുന്നുണ്ട്? അപ്പോൾ നമുക്കൊരു രാഷ്ട്രപതിയെ കാണിച്ചു തരാനുണ്ട്. പക്ഷേ അതിനപ്പുറം എന്താണുള്ളത്? അതായത് ജനാധിപത്യ സംവിധാനത്തിൽ ഇങ്ങനെയൊരു വകുപ്പും ആ വകുപ്പിലേക്ക് ഒരു മന്ത്രി ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യവും കൂടി അതിൽ ചേരണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് മാത്രമാണ് ആ വകുപ്പിലെങ്കിലും ഒരു ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ള ആൾ വരുന്നത്. അതും കൂടി നമുക്ക് സോ കോൾഡ് ഉന്നത കുലജാതർക്ക് കൊടുക്കാം. ഉന്നത കുലജാതർ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അതായത് 2016 മുതൽ അദ്ദേഹം ട്രൈബൽ വിഭാഗത്തിൻ്റെ ആ ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ പദവി ആഗ്രഹിച്ചിരുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. സോ അദ്ദേഹം തന്നെ ഒരു ഉന്നത കുലജാതനായി കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. ഒരു നായർ എന്ന രീതിയിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രകടനങ്ങൾ നമുക്ക് മുൻ പ്രസംഗങ്ങളിൽ കാണാവുന്നതാണ്. ബ്രാഹ്മണനായി തീരാനുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത അഭിനിവേശവും നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ ഒക്കെ പുറമെ ഉന്നത കുലജാതർ വരണം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ചേർത്ത് വെക്കുന്നത് ബ്രാഹ്മണർ വരട്ടെ, അല്ലെങ്കിൽ നായിഡു വിഭാഗത്തിൽ നിന്ന് ആൾ വരട്ടെ, ഒരു ട്രൈബൽ മിനിസ്റ്റർ, ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് തന്നെ വരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ, ഒരു മിനിസ്റ്റർ, അയാൾക്ക് ചെയ്യാനാവാത്ത എന്ത് പുണ്യപ്രവൃത്തിയാണ് ഒരു ബ്രാഹ്മണൻ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക? ഒന്നാമത് നമ്മൾ ഈ ട്രൈബൽ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ ഹിന്ദുക്കളാണോ എന്നുള്ള ചോദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഒരു ഉന്നത കുലജാതൻ വന്നിട്ട് വേണം ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ബ്രാഹ്മണൻ വന്നാൽ പിന്നെ പൂജ ചെയ്യാലോ, അല്ലെങ്കിൽ പൂണൂലിൻ്റെ മഹത്വം ഉണ്ടല്ലോ. നിഷ്കളങ്കമായി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഉന്നത കുലജാതനായതിൻ്റെ ഗുണങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് വരുന്ന ഒരാൾ നോക്കുമ്പോൾ അയ്യോ, കുറച്ച് ട്രൈബൽ വിഭാഗങ്ങൾ അവിടെ നമ്മൾ ഉന്നത കുലജാതരെ പോലത്തെ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നില്ലല്ലോ, അവർക്ക് നല്ല നല്ല വ്യവസായങ്ങൾ ചെയ്യാനും നമ്മളെപ്പോലെ വലിയ നിലയിൽ ജീവിക്കാനും ഒന്നും സാധിക്കുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അവർക്ക് നമ്മളെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാം, എന്നിട്ട് അവരിങ്ങനെ പിടിച്ചുകൊണ്ട് വരാം എന്ന് ചിന്തിക്കുമെന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ സെക്ടറുകളും ഇഴകീറി പരിശോധിച്ച് ഓരോ വിഭാഗങ്ങളിലും, ഇപ്പോൾ അധ്യാപകരുടെ കാര്യം എടുത്ത് നോക്കാം, മറ്റ് ജോലികളുടെ കാര്യം എടുത്ത് നോക്കാം, ഭരണപരമായ സംവിധാനങ്ങൾ എടുത്ത് നോക്കാം, ഇവിടെയൊക്കെയുള്ള പ്രാതിനിധ്യത്തെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ, അതും സംവരണം അടങ്ങുന്ന നിർബന്ധമായി ഉണ്ടാവണമെന്ന് പറയുന്ന കാര്യങ്ങളിൽ അതിനെ മാറ്റി നിർത്തിയിട്ട് എത്ര പേർ ഈ പറയുന്ന സ്ഥാനമാനങ്ങളിൽ ഉണ്ട് എന്നൊന്ന് അന്വേഷിച്ച് നോക്കണം. എത്രയോ ഉന്നത കുലജാതരുണ്ടാവും. ആ ഉന്നത കുലജാതർ എങ്ങനെയെങ്കിലും വന്ന് ഈ ട്രൈബൽസിനെ ഒന്ന് രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ SC വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തുക, ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ബുധനാഴ്ച ദിവസം മാട്രിമോണി പരസ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കുലത്തിൽ താഴെയുള്ളതൊന്നും വേണ്ട എന്ന് പരസ്യം ചെയ്യുന്ന ഒരുപാട് ഉന്നത കുലജാതരെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായി ഒരുപാട് നിഷ്കളങ്കത കൂട്ടിയിട്ടിട്ട്, ആ നിഷ്കളങ്കതയുടെ തോതൊന്ന് കൂട്ടിയിട്ടിട്ട് നമുക്ക് വേണേൽ ആലോചിച്ച് നോക്കിയാൽ ഉന്നത കുലജാതരായിട്ടുള്ള ഒരാൾ വന്ന് ട്രൈബൽസിനെ രക്ഷിക്കട്ടെ. അതുപോലെ ട്രൈബൽസിൽ നിന്ന് ഒരാൾ അഥവാ മന്ത്രിയാവുകയാണെങ്കിൽ, അങ്ങനെ ഒരു ടേമാണ്, ട്രൈബൽ വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഉന്നത കുലജാതരെ അദ്ദേഹം സേവിക്കട്ടെ. അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കേസിൽ ഈ ഉന്നത കുലജാതൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്ന ആ ഒരു പ്ലേസ്മെൻറ്റിൽ വരുന്ന ആൾക്ക് അവിടെ ഒരു പേരൻറ്റിൻ്റെ റോളാണ് ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞ ഗ്ലോബൽ തന്ത, ആ വൈബുള്ള ഒരു സ്വഭാവമോ, അല്ലെങ്കിൽ അയാളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സംവരണത്തിൻ്റെ തന്നെ അടിസ്ഥാനപരമായ ചിന്ത ഇവിടെ ഒന്നും ദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സംവരണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെല്ലാം ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഇത്. നമ്മൾ ദാനം ചെയ്യണം, നമ്മളങ്ങോട്ട് കൊടുക്കുകയാണ്. ഇതാ കൊടുക്കണ പരിപാടിയല്ല. ദാനം ചെയ്ത് കുറച്ച് പൈസ എക്സ്ട്രാ കൊടുത്ത് ഒരാളെ രക്ഷിക്കുന്ന പരിപാടി അല്ല സംവരണം എന്ന് പറയുന്നത്. കീ പൊസിഷനുകളിൽ ഭരണ സംവിധാനത്തിലടക്കം എല്ലാവർക്കും തുല്യ പ്രാതിനിധ്യം നൽകാൻ വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണിത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ നിന്ന് തന്നെ നമുക്ക് ഇവരെ അങ്ങോട്ട് മാറ്റണം എന്ന് ചിന്തിക്കുന്നത് പറഞ്ഞു വരുമ്പോൾ ഒരു സംവരണ വിരുദ്ധതയാണ്. ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രി ആവണം. ഒരു ട്രൈബൽ മന്ത്രി ആവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. നമ്മൾ ഇന്ത്യൻ വ്യവസ്ഥിതിയെ മുഴുവനായി എടുത്തു നോക്കുമ്പോൾ, ഭരണപരമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നവരെ എടുത്തു നോക്കുമ്പോൾ, ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോഴേക്കും ഓരോ പാർട്ടികളും ഓരോ സ്ഥലത്ത് നിർത്തുന്ന സ്ഥാനാർത്ഥികളെ നോക്കിയാൽ തന്നെ അറിയാം എന്തുമാത്രം ഈ ജാതിയും മതമൊക്കെ അതിൽ പ്ലേ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതിലെത്ര സ്ഥാനങ്ങളിൽ ദളിതരും ആദിവാസികളും ഒക്കെ വിജയിച്ചു പോകും, അല്ലെങ്കിൽ അങ്ങനെ വിജയിപ്പിച്ചെടുക്കാനുള്ള ആത്മാർത്ഥമായൊരു ശ്രമം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക. ഒരു സംവരണ വാർഡുണ്ടെങ്കിൽ അവിടെ നിർത്തി എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക. അത്
ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളെല്ലാവരും അതിന് പറ്റിയ ഒരാളെ തപ്പിയെടുത്തുകൊണ്ട് വരും. അതല്ലാതെ എത്ര ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഉന്നമനത്തിൻ്റെ ആവശ്യകതയുള്ളത്, സാധ്യതകളുള്ളത് നമുക്ക് ഉന്നത കുലജാതരെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നത് പോലത്തെ ഒരു സാധനമാണ് ഈ പ്രസംഗം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഈ പരിവർത്തനം ഉണ്ടാകണം എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞാൽ വളരെ നിഷ്കളങ്കമായി ആലോചിക്കുമ്പോൾ അവിടെ ഇയാളും ഇവിടെ ഇയാളും സേവിക്കട്ടെ എന്നുള്ളതാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതൻ ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിൻ്റെ കാര്യങ്ങൾ, വലിയ വ്യത്യാസമുണ്ടാവും. പറയാൻ നല്ല രസമാണ്. ഏതെങ്കിലും സോപ്പ് പൊടിയുടെ പരസ്യത്തിന് നമുക്കിത് പരസ്യവാചകമാക്കാം. ഇത്രയും ആൾക്കാരൊക്കെ ഭരിക്കുന്നുണ്ടല്ലോ ഉന്നത കുലജാതർ, ഈ നായിഡു വിഭാഗത്തിൽ നിന്നും ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നും എത്രയോ പേര് എത്രയോ മന്ത്രിസ്ഥാനങ്ങൾ അലങ്കരിച്ചിരിക്കുന്നു. അവരിൽ എത്ര പേർ ട്രൈബൽസിൻ്റെ ഉന്നമനത്തിന് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ അവരവരുടെ വകുപ്പുകൾ വിനിയോഗിച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത സ്നേഹം ട്രൈബൽ ക്യാബിനറ്റ് മിനിസ്റ്ററിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാനങ്ങോട്ട് തകർക്കും എന്ന് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലപ്പം കുറച്ച് സാമ്പത്തിക സഹായങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ അൾട്ടിമേറ്റ്ലി അതല്ല അവിടെ ഉപകാരപ്പെടുക. ഒരുപാട് വർഷങ്ങൾ കൊണ്ട് അടിച്ചമർത്തപ്പെട്ട, ഞാനൊരു വിധേയനായിരിക്കണം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, അതിനെ ഭേദിച്ച് പുറത്തേക്ക് കടക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു വലിയ ജനതയുള്ള, ഇനി അതിനപ്പുറം പോയി കഴിഞ്ഞാൽ എനിക്കതിന് സാധിക്കുമോ എന്ന സംശയങ്ങളുള്ളിലുള്ള പലതരം ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേർന്ന് ഒരുപാട് കോൺഫ്ലിക്റ്റുകളൊക്കെയുള്ള ഒരു വിഭാഗത്തിന് നിങ്ങൾ കുറേ കാശ് കൊണ്ട് കൊടുത്തിട്ടോ ഒരു ഉന്നത കുലജാതം വന്നിട്ടോ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അവിടെ നിന്ന് തന്നെയുള്ള ഈ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന, മാറ്റങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കണം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തി കൂടെ നിർത്തി നിങ്ങൾ വളർത്തിയെടുത്തോ, സമ്മതിച്ചു തരാം. അത് പക്ഷേ സുരേഷ് ഗോപിക്ക് പറ്റൂലല്ലോ. ഒരു ആദിവാസി നേതാവിനെ കണ്ടെത്തു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് എത്രയോ പേർ തള്ളി പറഞ്ഞു. ഇത്രയും കാലം കേരളത്തിലെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത്, ഒന്ന് ഓർക്കുക, ഇന്ന് നിങ്ങൾ ആദിവാസി വിരോധി എന്ന് ചിത്രീകരിച്ച, ആദിവാസി വിരോധി എന്ന് ഞാൻ സുരേഷ് ഗോപിയെക്കുറിച്ച് പറയില്ല, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിലെ സംവരണമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണ നിലനിൽക്കുന്ന ഒരു ഇന്ത്യൻ സമൂഹത്തിലേക്ക് ഒരാവശ്യവുമില്ലാത്ത ചിന്ത എറിഞ്ഞു കൊടുത്ത ഒരാൾ എന്നാണ് ഞാൻ പറയുക. എന്തായാലും ആദിവാസി വിരോധി എന്ന് ചിത്രീകരിച്ച സുരേഷ് ഗോപിയാണ് വയനാട്ടിലും ഇടുക്കിയിലും ഇടമലക്കുടിയിലും ആദിവാസികൾക്കായി ശബ്ദമുയർത്തിയ അതേ സുരേഷ് ഗോപി. വളരെ നല്ല കാര്യമാണ്. നമ്മളൊരു ഒരു ഒരു ജനതയാണ്, നമ്മുടെ നാടാണ്. ഇവിടെയുള്ള ഓരോ മനുഷ്യനും എത്തിച്ചേരേണ്ട അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തണം. നല്ല കാര്യമാണ്. പക്ഷേ അത് കൃത്യമായ രീതിയിൽ നടപ്പിലാവണമെങ്കിൽ ആ അവസ്ഥയും ജനങ്ങളുടെ മാനസികാവസ്ഥയൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുന്ന ആളുകൾ കൂടി വരണം. ഇത്രയും കാലം ശബ്ദമുയർത്തിയ സുരേഷ് ഗോപിക്ക് ഇടമലക്കുടിയിൽ നിന്നോ വയനാട്ടിൽ നിന്നോ ഇടുക്കിയിൽ നിന്നോ എത്ര ആദിവാസി യുവാക്കളെ സംഘടിപ്പിക്കാനായി സാധിച്ചിട്ടുണ്ട്? അവരിൽ എത്ര പേർക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? അവരിൽ എത്ര പേരെ അദ്ദേഹം കൂടെ നിർത്തി വളർത്തിയിട്ടുണ്ട്? വീട്ടിൽ നിർത്തി വളർത്തണമെന്നല്ല പറയുന്നത്, ഒരു നേതാവായി വളർത്തിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം സഹായം ചെയ്യാൻ പോയിട്ടുണ്ടാകും, അദ്ദേഹം ശബ്ദം ഉയർത്തിയിട്ടുണ്ടാകും. ഇറ്റ്സ് ഗുഡ്, നൈസ്, അടിപൊളി. പക്ഷേ ഒരു ജനതയ്ക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുക എന്ന് പറയുന്നത് അവരിൽ നിന്ന് തന്നെ ലീഡേഴ്സ് ഉണ്ടാകുമ്പോഴാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഉച്ചനീചത്വങ്ങൾ നിലവിൽ നിന്ന സമയത്ത് അങ്ങ് ഓസ്ട്രേലിയയിലുള്ള ഒരു വിദേശി വിചാരിക്കുകയാണ് കേരളത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ ഞാനൊന്ന് ഭരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിയാക്കാൻ പറ്റുമെന്ന്. കാര്യമൊക്കെ ശരിയാണ്, പുള്ളിയോടെ വന്ന് കുറേ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ പണിത് വെക്കായിരിക്കും. പക്ഷേ അടിസ്ഥാനപരമായി നമ്മുടെ ചിന്തയും നമ്മുടെ ജീവിത വഴികളും ഈ ചരിത്രത്തിലുടനീളം നമ്മുടെ പൂർവികരൊക്കെ യാത്ര ചെയ്ത് നമ്മളിലും കൂടി പകർന്നു വെച്ചിട്ടുള്ള ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടെന്നേ. ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മനസ്സിലാക്കുന്ന ലീഡേഴ്സ് നമ്മളിൽ നിന്ന് തന്നെ ഉരുവായാൽ മാത്രമാണ് അവർക്ക് നമ്മളിലും ഈ നാട്ടിലും ഒരു വ്യത്യാസം കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇവിടെ സഹായിക്കാൻ ആരെയും വിളിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ സഹായിക്കാനുള്ള ആളല്ല വേണ്ടത്. ഒരു നായിഡുവോ ബ്രാഹ്മണനോ അവർ നോക്കട്ടെ ഗോത്രവർഗത്തിൻ്റെ കാര്യങ്ങൾ, വലിയ വ്യത്യാസമുണ്ടാവും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷേ ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ സംഭവത്തിനെയാണ് നമ്മൾ അടിസ്ഥാനപരമായി ജനാധിപത്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. പക്ഷേ ആചാരങ്ങൾ, വിശ്വാസങ്ങൾ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ വ്യവസ്ഥിതിയെ ചിട്ടവട്ടങ്ങൾ എന്ന് പറയാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. ഈ വാക്കുകളുടെ ഒക്കെ പ്ലേസ്മെൻറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഹിന്ദുമത വിശ്വാസിയായ ഒരു കാർണവർ വൈബുണ്ട്. താൽക്കാലികമായി ചില പ്രശ്നങ്ങൾക്ക് ആളുകൾക്ക് പരിഹാരം കിട്ടുന്ന രീതിയിൽ സഹായിക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിക്കുമായിരിക്കും. നല്ല കാര്യമാണ്. പുള്ളിയുടെ കയ്യിൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കാൻ പുള്ളിക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സഹായങ്ങൾ വിളിച്ചു പറഞ്ഞാലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ആളുകളെ പുള്ളിക്കറിയാം, അതൊക്കെ എത്തിച്ചോട്ടെ. പക്ഷേ അടിസ്ഥാനപരമായ ഒരുപാട് കാലം നിലനിൽക്കുന്ന മാറ്റങ്ങൾക്ക് അത് മാത്രം പോരാ. ഇന്നാട്ടിലെ വ്യവസ്ഥിതിയൊക്കെ ഈ ആചാരങ്ങളുമായി ചേർത്ത് കൂടുതൽ കാണാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത്. ഇപ്പോൾ കൈനീട്ടമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി കൈനീട്ടം കൊടുക്കുന്നു, ആളുകൾ കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്നു. ഒരു ജനാധിപത്യ വിശ്വാസിക്ക് ആദ്യത്തെ 1-2 ചിലപ്പോൾ അവർ അറിയാതെ വരുന്നതായിരിക്കും,
അതിനുശേഷം പറയും എൻ്റെ കാല് തൊട്ട് വന്നിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, അങ്ങനെ എൻ്റെ ഇന്ന് അനുഗ്രഹം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. പക്ഷേ അത് ആചാരമാണല്ലോ, വിശ്വാസമാണല്ലോ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ട്രൈബൽ വിഭാഗങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് വരുന്ന മന്ത്രിമാരാണോ? അല്ല, ആ ചോദ്യത്തിന് കൂടി ഉത്തരം പറയണമല്ലോ. ഉന്നത കുല ജാതർ വന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് മാറുമെന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഈ ഒരു വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാവരും കഴിവുകെട്ടവരാണ്, ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു സാധ്യതയുമില്ലാത്ത ആളുകളാണ് എന്നാണോ? ഒരു മന്ത്രി മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ സിസ്റ്റം തന്നെ പ്രവർത്തിക്കുന്നില്ലേ? 100 രൂപ ഭരണ സംവിധാനത്തിൽ നിന്ന് ഒരു പൗരനിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കൊക്കെ പ്രജകൾ എന്നൊക്കെയാണ്, പ്രജയൊന്നുമല്ല, പൗരനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കുഴലുകളിലൂടെ അത് കടന്നു പോകേണ്ടതുണ്ട്. ആ കുഴലുകളൊക്കെ സംശുദ്ധമാണോ? ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെക്കുറിച്ച് ധന്യരാമൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അങ്ങ് പെട്രോളിയം മന്ത്രി ആയതുകൊണ്ട് ചോദിക്കട്ടെ, കേരളത്തിൽ IOC, BPCL, HPCL എന്നിവയിലൂടെ ആദിവാസികൾക്ക് അനുവദിച്ച 50 പെട്രോൾ പമ്പുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലൈസൻസ് ഉടമകളായി കാണുന്നുണ്ട്. പക്ഷേ ഒരു പമ്പിലും ഒരു ആദിവാസിയും പമ്പ് നടത്തുന്നില്ല. അതെല്ലാം ഉന്നത കുലജാതരുടെ കയ്യിലാണ്. ഒരു പെട്രോൾ പമ്പെങ്കിലും സാറിന് തിരിച്ചു പിടിച്ച് തരാൻ കഴിയുമോ? ഒരു പമ്പിന് വേണ്ടി ആദിവാസി വിഭാഗത്തിന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് 2.5 കോടി രൂപയാണ്. അങ്ങനെ 100 പമ്പുകളും അതിൻ്റെ ആസ്തിയും ഉന്നത കുലജാതകർ അനുഭവിക്കുകയാണ്. ചോദിക്കാൻ പോയാൽ ഭീഷണിയായി, ഇങ്ങോട്ട് കൊട്ടേഷനായി. ബാക്കി ഇവിടെ ഇപ്പോൾ എഴുതുന്നില്ല. സ്വന്തം വകുപ്പിൽ നോക്കാലോ. പക്ഷെ അത് പറ്റൂല, നമുക്ക് സഹായിക്കണം. അതുപോലെ ഈ ടേംസിലൊക്കെ ഈ പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. പല ചർച്ചകളിലും സുരേഷ് ഗോപിയെ അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളിലും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവർ എന്ന് പറയുന്നത്. അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുകയാണ്. മറ്റേ സഹായം കൊടുത്ത് വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരായിട്ട് അതിനെ കാണുന്നതുകൊണ്ടാണ്. കൈനീട്ടത്തിനും കാൽനീട്ടത്തിനും പിതൃവാത്സല്യത്തിനും ഒക്കെ ശേഷം ഉന്നത കുലജാതറിലേക്ക് എത്തി നിൽക്കുന്ന സുരേഷ് ഗോപിയുടെ വിവാദങ്ങളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിച്ച് കളയണമെന്നുണ്ട്. പക്ഷെ അതിനെ ഒന്നും അത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ആ പറയുന്നതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. അവർക്കൊക്കെ എന്താ വേണ്ടത്? ശരി, അവർക്ക് നമുക്ക് കുറച്ച് സഹായമൊക്കെ കൊടുക്കാം. പക്ഷെ നമ്മൾ ഭയങ്കരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ് സുരേഷ് ഗോപി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെരും തന്ത വൈബുകൾ പെട്ടെന്നൊന്നും അവസാനിക്കുന്നതല്ല. പക്ഷെ അത് ജനാധിപത്യ സംവിധാനത്തിൽ ഒരു അവശ്യ ഘടകമല്ല എന്ന് മാത്രമല്ല, വളരെ ദോഷകരമായി ബാധിച്ചേക്കാം. ജസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായി, നിങ്ങളുടെ ചിന്തയിലേക്ക് എനിക്ക് എന്തെങ്കിലും പുതിയൊരു വെളിച്ചം വീശാൻ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.